മറ്റൊരു വാർത്ത, മൂന്നാം മോദി സർക്കാരിൻ്റെ ഇന്ന് ഒന്നാം വാർഷികമാണ്. ഭീകരരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ അതിർത്തി കടന്ന് നടത്തിയ സൈനിക നടപടി ലക്ഷ്യം കണ്ടതും അടിസ്ഥാന വികസന രംഗത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ ആത്മവിശ്വാസത്തിലുമാണ് വാർഷികാഘോഷം നടത്തുന്നത്. വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിക്കാനാണ് BJPയുടെ തീരുമാനം. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിലുണ്ട്. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുന്, ഈ മൂന്നാം മോദി സർക്കാർ എന്ന് പറയുമ്പോൾ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാരാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ ഒരു വർഷമായി കണ്ടില്ല. ഘടകകക്ഷികളെയൊക്കെ ആത്മവിശ്വാസത്തോടെ ഒപ്പം നിർത്താനായി നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചു, നടപ്പിലാക്കി. അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ മോദിയുടെ യാത്ര? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു വർഷം മുമ്പ് ജൂൺ 9 പ്രധാനമന്ത്രി ആയി മൂന്നാമതും അധികാരം ഏറ്റെടുക്കുമ്പോൾ TDPയും ഒപ്പം തന്നെ JDയുടെയും പിന്തുണയോട് കൂടി ഒരു ഘടകകക്ഷികളെ ഒപ്പം നിർത്തി മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിച്ചത് ഒരു വർഷത്തിന് അകം തന്നെ ഈ സർക്കാർ വീഴുമെന്നടക്കമുള്ള ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പിന്നീട് നമ്മൾ കണ്ടില്ല. കാരണം പിന്നീട് നടന്ന സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു വീണ്ടും നരേന്ദ്രമോദിയെ കൂടുതൽ കരുത്തനാക്കിയത്, BJPയെ കരുത്തനാക്കിയത്. കാരണം പിന്നീട് നടന്ന ഹരിയാന ഒപ്പം തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ ഹരിയാനയിൽ വിജയ തുടർച്ച ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ളൊരു ഭൂരിപക്ഷം നേടിക്കൊണ്ടും മികച്ച വിജയം സ്വന്തമാക്കാനും BJPക്ക് സാധിക്കുകയും ചെയ്തു. അത്തരത്തിൽ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു പിന്നീട് ചെയ്യുകയും ചെയ്ത്. പിന്നീട് നടന്ന ബജറ്റിലൊക്കെ തന്നെ JDയുവിനും ഒപ്പം തന്നെ TDPക്കും ഒക്കെ വാരിക്കോഴി നൽകുന്നത് നമ്മൾ കണ്ടു. കാരണം അവരെ ഒപ്പം നിർത്തേണ്ടത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്തു. ഒരു തരത്തിലും നിതീഷ് കുമാറിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചോ ഒരു തരത്തിലുള്ള വെല്ലുവിളി നരേന്ദ്രമോദിക്ക് മുന്നിലേക്ക് വെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് നടന്ന കാര്യങ്ങൾ, അതായത് വികസന തലത്തിൽ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ ഈ മൂന്നാം മോദി സർക്കാരിന് സാധിക്കുകയും ചെയ്തു. ഈ ഒരു വർഷത്തിനിടനീളം തന്നെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി തന്നെ രാജ്യത്തിന് സമർപ്പിച്ച ചെനാബ് പാലമടക്കം ഒരു വികസിത ഇന്ത്യയുടെ മുന്നിൽ എടുത്തു കാട്ടപ്പെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വികസന പദ്ധതി തന്നെയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അത് പാകിസ്ഥാനും മേൽ വലിയ രീതിയിൽ വിജയം കൈവരിക്കാനും ഒപ്പം തന്നെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ അതിൽ വിമർശനങ്ങളും ഒക്കെ ഈ പാകിസ്ഥാന്റെ ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി മോദിക്കും ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും ഇടയിൽ ഒരു ചരട് വലിച്ചത് അമേരിക്കൻ പ്രസിഡന്റാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനം നിലനിൽക്കുന്ന ഒഴിച്ചാൽ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ അത് ഭംഗിയായി വലിയ രീതിയിൽ വിജയക്കൂടി നാടിക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ചരിത്രം തന്നെയായി നമുക്കത് രേഖപ്പെടുത്താൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ആ ഒരു സാഹചര്യം അത് ജനങ്ങൾക്ക് മുമ്പിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ അത് ഉന്നയിക്കാൻ അത് കൃത്യമായ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ച ആ ഒരു ആവശ്യം അതിൽ കൃത്യമായ വ്യക്തത വരുന്നില്ല എന്നൊഴിച്ചു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസന കഴിഞ്ഞ 11 വർഷത്തിനിടെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തി ഇന്ത്യയുടെ ആരോഗ്യ മേഖലയെ മാറ്റിമറിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. ആശുപത്രികളുടെയും വിദഗ്ധ കേന്ദ്രങ്ങളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരുകളുടെയും BJP നേതൃത്വത്തിലുള്ള NDA സർക്കാരുകളുടെയും കാലത്തുണ്ടായ മാറ്റത്തെ താരതമ്യം ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. 2013-14 ആരോഗ്യമേഖലയ്ക്ക് ബഡ്ജറ്റിൽ 37,000 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 2025-26 ബഡ്ജറ്റിൽ ആരോഗ്യമേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് 1.35 ലക്ഷം കോടി രൂപയായി ഉയർന്നു. എയിംസുകളുടെയും മറ്റ് മെഡിക്കൽ സ്ഥാപനങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു. വൈദ്യപഠനത്തിനും ഗവേഷണത്തിനും കൂടുതൽ സാധ്യതകൾ തുറന്നു. മോദി സർക്കാർ പുതിയതായി തുറന്നത് 2045 മെഡിക്കൽ കോളേജുകളാണ്. ഇന്ത്യയുടെ ദേശീയ ആരോഗ്യ നയത്തിന്റെ ലക്ഷ്യം സമഗ്ര ആരോഗ്യ സുരക്ഷാ സംവിധാനം വികസിപ്പിക്കുക എന്നതാണ്. അതായത് ആരോഗ്യ സംരക്ഷണം എന്നാൽ രോഗശാന്തി കൈവരിക്കുക എന്നത് മാത്രമല്ല, അത് അതിലും അപ്പുറത്താണ്. രോഗശാന്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പഴയ ആരോഗ്യ നയം തന്നെ മാറി. രോഗപ്രതിരോധം, ശാസ്ത്രീയ പരിചരണം, പാലിയേറ്റീവ് കെയർ, പുനരധിവാസ പരിചരണം, വയോജന പരിചരണം എന്നിവയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നയം. ഇന്ത്യയിലെ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് എസ്റ്റിമേറ്റ് പ്രകാരം മൂലധന ചെലവുൾപ്പെടെ സർക്കാരിൻ്റെ പ്രതിശീർഷ ചെലവ് 2015-16
1261 രൂപയും 2016-17 1418 രൂപയും 2017-18 1753 രൂപയുമായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനം, ഫിറ്റ് ഇന്ത്യ, ഖേലോ ഇന്ത്യ തുടങ്ങിയ പരിപാടികൾ ആരോഗ്യമുള്ള ഇന്ത്യയെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ശുദ്ധമായ കുടിവെള്ളം, വീടുകളിലെ ശൗചാലയ സൗകര്യങ്ങൾ, പുകയില്ലാത്ത അടുപ്പുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ രോഗബാധ നിയന്ത്രിക്കാൻ സഹായകമായി. ഇന്ന് രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളും വെളിയിട വിസർജനരഹിതമായി മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. 12 കോടി ശൗചാലയങ്ങളാണ് സ്വച്ഛ് ഭാരത് പദ്ധതി പ്രകാരം യാഥാർത്ഥ്യമായത്. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനകളിൽ ജനസംഖ്യയുടെ ഏകദേശം 40% ആളുകൾ ഉൾപ്പെടുന്നു. ഇതിന്റെ ആനുകൂല്യമെത്തുന്നവരിൽ 12 കോടിയിലധികം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ്. ആശുപത്രി ചികിത്സയ്ക്കായി ഈ പദ്ധതി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്നു. 40.71 കോടിയിലധികം പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ആയുഷ്മാൻ ഭാരത് വഴി നൽകിയിട്ടുണ്ട്. വിപണി വിലയേക്കാൾ 50 മുതൽ 90% വരെ കുറഞ്ഞ വിലയ്ക്കാണ് ജൻ ഔഷധിയിൽ മുതിർന്ന പൗരന്മാർക്ക് മരുന്നുകൾ നൽകുന്നത്. 16,000-ലധികം ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി സാനിറ്ററി പാഡുകൾ വിൽക്കുന്നത് 1 രൂപയ്ക്കാണ്. ലോകത്തിൽ ഇത്രയും വിലക്കുറവ് ഇന്ത്യയിൽ മാത്രമാണ് എന്നോർക്കണം. 26 ആഴ്ച ശമ്പളത്തോടുകൂടിയുള്ള പ്രസവാവധി സ്ത്രീകൾക്ക് ലഭിക്കുന്നു. അതിൽ നമ്മുടെ രാജ്യം ചൈന, സിംഗപ്പൂർ, ജർമ്മനി, USA എന്നീ രാജ്യങ്ങളെക്കാൾ മുന്നിലാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.